ഹായ് ഫ്രണ്ട്സ്, എന്നും റിയാക്ഷൻ വീഡിയോ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. വീട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് വലയൊക്കെ ഇട്ട് മീനെ പിടിക്കും കേട്ടോ. അപ്പം മീൻ പിടിക്കുന്നതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല, നല്ല മഴയായിരുന്നു. ഫോണൊക്കെ കൊണ്ടുപോയി നനയും, അതുകൊണ്ട് മീൻ പിടിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വലയൊക്കെ നന്നാക്കി വൈകുന്നേരം ഇട്ട് രാവിലെ ആയപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടി. അതിനകത്ത് 2 പിലോപ്പി നമുക്ക് വറക്കുന്നതിന് വേണ്ടി പപ്പ അനുവദിച്ചു തന്നു. എന്നും വറുത്ത് തിന്നുന്നതുകൊണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളത് മീൻ പൊള്ളിക്കാമെന്ന് കരുതി. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വാല് വെട്ടിയതിന് ശേഷം വിചാരിച്ചു അയ്യോ ക്ലീൻ ആക്കുന്ന വീഡിയോ എടുക്കായിരുന്നു. മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇതാണ് മീൻ. ക്യാമറ പിടിച്ചാൽ ആരുമില്ല. ഉള്ളൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളൊരു കൊഴുപ്പുണ്ടാവും, അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കഴുകി നല്ല വൃത്തിയാക്കണം. 2 മീൻ നമ്മൾ ചുണ്ട് മാത്രമേ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതങ്ങനെ പൊള്ളിക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ ചെറിയ സൈസായി തോന്നും, പക്ഷെ അത്യാവശ്യത്തിന് വലിയ സൈസ് ഉണ്ട് കേട്ടോ മീൻ. 2 കൂടെ എന്തായാലും ഒരു 1/2 കിലോൻ്റെ മേലെ ഉണ്ടാവും. ഇത്തിരി കനക്കുണ്ട് കണ്ടോ, ഫ്രഷ്. പിന്നെ ഫോണിന് ക്ലിയർ ഇല്ല, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതേ പാട്ട ഫോൺ കൊണ്ടാണ് വ്ളോഗ് എടുക്കുന്നത്. ക്ലിയർ ഇല്ലെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കുക, ശബ്ദം കുറവായിരിക്കും, മൈക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീന് വേണ്ട സാധനങ്ങളെല്ലാം തേച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറേ പണിയും തിരക്കും കാര്യമുള്ളതുകൊണ്ട് ഞാനൊന്ന് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് ഇല്ല, ഒന്നുമില്ല, മുടി പോലും വൃത്തിക്ക് ചെയ്തില്ല. പക്ഷെ ആരും സ്കിപ്പടിച്ച് പോരുത്, എല്ലാവരും കാണുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ച്, നമ്മൾ ഈ മീനിന് വരയിട്ടില്ല. എനിക്കങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും വശമില്ല, പക്ഷെ ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. നമുക്കത് വരയിടാം. സാധാരണ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഏപ്രൻ ഉണ്ടാവും, എനിക്ക് ഏപ്രൻ ഇല്ല. പപ്പേന്റെ മുണ്ടാണ് എൻ്റെ ഏപ്രൻ. കണ്ടില്ലേ? വരാഴ്ചയല്ലേ, നമുക്ക് മീനിന് വരയും. കത്തിക്ക് മൂർച്ചയില്ലായിട്ടാണോ മീന് ജിംനാഷ്യൻ ആയതുകൊണ്ടോ അറിയില്ല, വരയിടാൻ കുറച്ച് പണിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വരയിട്ടു. 2 മീനും വരയിട്ടു. വരയിട്ടതിന് ശേഷം ഒന്നുകൂടെ കഴുകാം. നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടണം. ബാക്കി പരിപാടിക്ക് ഇഞ്ചി നോക്കി, ഇഞ്ചി കിട്ടിയില്ല. പറമ്പൊക്കെ പറിച്ചിട്ട് വരണം. മഴ ആയതുകൊണ്ട് പറമ്പിലോട്ട് തീരെ ഇറങ്ങി പുല്ലൊന്നും പറിച്ചില്ല, ഫുൾ അലമ്പാ. ഇഞ്ചി പറിക്കാം. നമ്മളെ ആവശ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ ഇത് നട്ട് വെച്ചത്. സാധാരണ കുറേ ഉണ്ടാവലുണ്ട്, പ്രാവശ്യം കുറച്ചേ നട്ടു. അടുത്തുണ്ടായിരുന്ന ഒരു കമ്പ് എടുത്തിട്ട് മണ്ണിളക്കി മാറ്റിയിട്ട് ഞങ്ങൾ ഇഞ്ചി പറിച്ചു കേട്ടോ. ഇഞ്ചി പറിച്ചതിന് ശേഷം തണ്ട് തിരിച്ചാൽ കുഴിക്കാതെ തന്നെ നടാൻ നോക്കി. അവിടുന്ന് ഒരു ഞാഞ്ഞൂലിലേക്ക് കിട്ടി. അപ്പം അതിനെടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് തിരിച്ച് ആ കമ്പ് ആ കുഴിക്കാതെ തന്നെ നട്ട് എഴുന്നേറ്റ സമയത്താണ് ഓർത്ത് അയ്യോ ഞാഞ്ഞൂലിൽ എടുത്ത് വെച്ചില്ലല്ലോ. തിരിച്ച് ആ ഞാഞ്ഞൂലിൽ എടുത്തോട്ട് തന്നെ വെച്ച് ഞങ്ങൾ പോന്നു. തൽക്കാലം നമുക്ക് ഈ ഒരു കഷ്ണം ഇഞ്ചി മതി. പോവാം. എന്തായാലും ഇവിടെ വരെ വന്നതാണ്, എന്നാൽ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് പോവാം. ഇത് പൊന്തി വരുന്നേ ഉള്ളൂ, ഇതിൻ്റെ പറിച്ച ചീത്തേക്കും. നല്ല സാരില്ലേ, പറിക്കാം. ഒരു സൈഡിൽ പപ്പ ബീഫ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേ സൈഡിൽ ഞാൻ ആ മീൻ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ ചെയ്യുന്നിടത്ത് തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ മീൻ നന്നായിട്ട് പുരട്ടി അവിടെ അങ്ങ് എടുത്തു വെച്ചു. ചട്ടി ചൂടായി, നമുക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണം കാക്കാൻ, നല്ല വെളിച്ചെണ്ണ. കുറച്ച് അടുപ്പിച്ച് വെക്കും. അമ്മ ഓരോട് അങ്ങനെ പറയും, പക്ഷെ നമ്മൾ ഓയിൽ വെക്കുള്ളൂ. വെളിച്ചെണ്ണ തൊട്ടാൽ പൊള്ളു, അതുകൊണ്ട് അമ്മ അതെടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ അമ്മേനോട് കള്ളം പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ച് അതിനകത്ത് കുറേ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് മീൻ എടുത്ത് വെച്ചു. നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്യാട്ടോ. ഒരു 90% കുക്ക് ചെയ്താൽ മതി. ഒരു 90% കുക്ക് ചെയ്ത് കിട്ടിയ പിന്നെ നമ്മളത് വാഴയിലേക്കകത്ത് മസാലയൊക്കെ പുരട്ടി പൊള്ളിച്ചെടുക്കാനായിട്ടോ ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ട് 90% കുക്ക് ചെയ്യാൻ കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായാൽ ബാക്കി സാധനങ്ങളൊക്കെ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പുഴമീൻ ഇവിടെ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാനേ അനുവാദമുള്ളൂ, അതുകൊണ്ടാണ് ഇതേ പാത്രം തന്നെ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ അമ്മ ആൻറ്റി ആരും പുഴമീൻ കൂട്ടത്തില്ല, അവർക്ക് പുഴമീൻ്റെ മണവും ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് 2 പാത്രമേ അനുവദിച്ച് തന്നിട്ടും, ഒന്നിത് ഒന്നത്. ചട്ടി ചൂടായപ്പോൾ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയ്ക്കകത്തോട്ട് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആട്ടോ ഇട്ടത്, കറിവേപ്പില, ഈ 4 ഇട്ട് പിന്നെ ഉള്ളി, തക്കാളി, ചെറിയുള്ളി ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പൊക്കെ ഇടണം കേട്ടോ. പിന്നെ ഇതിലാകെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 3 മസാല മതി. പിന്നെ കുറച്ച് കുടംപുളിയൊക്കെ ഒഴിച്ചിട്ട്, ഒത്തിരി ആവരുത്, കുറച്ച്. എന്നിട്ട് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കുറുക്കി എടുക്കണം കേട്ടോ. കുറുക്കി എടുത്തിട്ട് തേങ്ങാപ്പാൽ പിരിയാണ്ട് വേഗം ഓഫ് ചെയ്യണം. പിന്നെ ഒരു വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ട് അത് ആദ്യം നമ്മൾ മസാല ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടണം കേട്ടോ. മസാല വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് മീൻ എടുത്ത് വെക്കണം. മീൻ എടുത്ത് വെച്ചിട്ട് മീനിൻ്റെ മേലെ മസാല ഇതേപോലെ തന്നെ റിപ്പീറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടിട്ട് വാഴയില നന്നായിട്ട് കെട്ടണം.
നല്ലതായിട്ട് അമർത്തി കെട്ടണം. വാഴൻ്റെ കെട്ടാൻ നമ്മളെ ഏട്ടനെയാട്ടോ ഏൽപ്പിച്ചത്. നല്ലതായിട്ട് മുറുക്കി കെട്ടണ്ടേ. അപ്പോൾ നമ്മൾ ആ വാഴൻ്റെ മുറുക്കി നല്ല വൃത്തിക്ക് കെട്ടി ചട്ടി, നമ്മൾ മീൻ വറുത്ത അതേ ചട്ടിക്കകത്ത് തന്നെ ഈ വാഴൻ്റെ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിക്കാൻ കരുതി. അതേ ചട്ടിക്കകത്ത് വാഴൻ്റെ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ച് കുറേ സമയം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടോ. മീൻ വെന്തതിന് ശേഷം ഞങ്ങളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് തുറക്കുക കേട്ടോ. തുറന്നപ്പോൾ തന്നെ ഒത്തിരി നല്ല ആവിയൊക്കെ നന്നായിട്ട് പറന്ന് വരുന്നുണ്ടായിരുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നേ. ചൂട് കാരണം തൊടാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളതിങ്ങനെ തുറന്നു. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് നല്ല ആവി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. തൊടാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് ചൂടൊക്കെ ആറി ക്ഷമ നശിച്ചു. എന്നിട്ട് ഞങ്ങളത് എങ്ങനെയൊക്കെയോ തൊട്ട് കൂട്ടി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും പാസ്സാക്കി വിട്ടു. സൂപ്പറായിരുന്നു.